ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. CMA USA എന്ന് പറയുന്ന കോഴ്സിൻ്റെ സിലബസിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഒബ്വിയസ്ലി നിങ്ങൾക്കറിയാം CMA USA കോഴ്സിനെ പറ്റി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പാർട്ട് 1 ആൻഡ് പാർട്ട് 2 രണ്ട് എക്സാംസ് ആണ് ഉള്ളത് എന്നുള്ളതും ആ ഒരു രണ്ട് പാർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു കോഴ്സ് എൻ്റയർലി നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ പലപ്പോഴും ആ രണ്ട് പാർട്ടുകൾക്കുള്ളിൽ എന്താണ് പഠിക്കാനുള്ളത്, എന്തൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ പഠിക്കുന്നത്, എന്തൊക്കെ സബ് ടോപ്പിക്സ് അതിനകത്ത് വരുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് വ്യക്തമായിട്ടൊരു ധാരണ പലപ്പോഴും അഡ്മിഷനൊക്കെ എടുക്കുന്ന സമയത്താണെങ്കിൽ കിട്ടാറില്ല. സോ CMA USA പർസ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും എന്തൊക്കെയാണ് ഈ പാർട്ട് 1 ആൻഡ് പാർട്ട് 2 എന്ന് പറയുന്ന ഈ രണ്ട് ഗ്രൂപ്പുകളിലായിട്ട് നമ്മൾ പഠിക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു ഓവർവ്യൂ, സമ്മറൈസ്ഡ് ഓവർവ്യൂ തരിക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ ആസ് യു നോ ദാറ്റ് നമുക്ക് രണ്ട് എക്സാംസ് ആണുള്ളത്, പാർട്ട് 1 ആൻഡ് പാർട്ട് 2. ഓരോ പാർട്ടിലും നമുക്ക് 6 ടോപ്പിക്സ് വീതം പഠിക്കാനുണ്ട്. എക്സാമിൻ്റെ പാറ്റേൺ ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് 500-ലാണ് എക്സാമിൻ്റെ മാർക്ക് വരുന്നത്. 500-ൽ 360 മാർക്ക് സ്കോർ ചെയ്താലാണ് പാസ്സാവാൻ പറ്റുക. 100 MCQ ഉണ്ട്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നീട് അതുപോലെ തന്നെ 2 essay സെനാരിയോ ക്വസ്റ്റ്യൻസ് ഉണ്ട്. 2 essay സെനാരിയോസിലായിട്ട് ഒരു 10 മുതൽ 12 വരെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധിക്കും. 4 മണിക്കൂറാണ് നമ്മുടെ എക്സാമിൻ്റെ ടൈം എന്ന് പറയുന്നത്. അതിൽ 3 hours ഈ MCQന് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. 1 hour ആണ് നമ്മൾ essay അറ്റൻഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നത്, ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്, റിട്ടൺ എക്സാം അല്ല. നമ്മൾ പേനയും പേപ്പറും ഒന്നും യൂസ് ചെയ്യുന്നില്ല, ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. essay ആണെങ്കിൽ പോലും നമ്മൾ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ സിലബസിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം പാർട്ട് 1 തന്നെ തുടങ്ങാം. അപ്പോൾ പാർട്ട് 1 എന്ന് പറയുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ CMA പഠിക്കുന്ന സമയത്ത് നമുക്ക് ഏത് വേണമെങ്കിലും ആദ്യം പഠിക്കാം കേട്ടോ. അപ്പോൾ പാർട്ട് 1 തന്നെ സ്റ്റാർട്ട് ചെയ്തണമെന്നില്ല, ആദ്യത്തെ പരീക്ഷ പാർട്ട് 1 തന്നെ എഴുതണമെന്നില്ല. മിക്ക സ്റ്റുഡൻസും പൊതുവേ ഫോളോ ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ പലരും പാർട്ട് 2 ആണ് ആദ്യമേ പ്രിഫർ ചെയ്യാറുള്ളത്. ബിക്കോസ് നിങ്ങൾ സിലബസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനകത്ത് ഒരു ഐഡിയ കിട്ടും എന്തുകൊണ്ടാണ് ആ ഒരു പ്രിഫറൻസ് വരുന്നതെന്നുള്ളത്. അപ്പോൾ IMA കൃത്യമായിട്ട് പാർട്ട് 1 പാസ്സായിട്ടേ പാർട്ട് 2 എഴുതാവൂ അങ്ങനത്തെ ഒന്നുമില്ല, ഫ്ലെക്സിബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാർട്ട് ഇഷ്ടമുള്ള ടൈമിൽ എഴുതാനുള്ള ഒരു പോസിബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി IMA തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഓർഡറിൽ പോവാം. പാർട്ട് 1 ആണ് നമ്മൾ എടുക്കുന്നത്. സോ പാർട്ട് 1-ൽ നമുക്ക് 6 ടോപ്പിക്സ് ഉണ്ട്. 6 ടോപ്പിക്സിനകത്ത് കുറേയധികം സബ് ചാപ്റ്റേഴ്സ് ഉണ്ട്. സോ പാർട്ട് 1-നെ നമ്മൾ വിളിക്കുന്നത് ഫൈനാൻഷ്യൽ പ്ലാനിംഗ്, പെർഫോമൻസ് ആൻഡ് അനലിറ്റിക്സ് എന്നാണ് നമ്മളതിനെ മെയിൻലി അതിൻ്റെ ഒരു ഹെഡിങ് ആയിട്ട് പറയുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ സെക്ഷൻ A എന്ന് പറയുന്നത് FR ആണ്, എക്സ്റ്റേണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഡിസിഷൻസ്. എക്സ്റ്റേണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഡിസിഷൻ. ഇപ്പോൾ ACC-യിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് FR എന്ന് പറഞ്ഞിട്ട് പേപ്പർ തന്നെയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയുള്ള ഒരു പേപ്പറാണ്. അതിലെ ടോപ്പിക്സ് ഒക്കെ തന്നെയാണ് ഒരു പരിധി വരെ എന്ത് ചെയ്യുന്നത്, ഇതിലും വരുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ഒരു പെർസെൻറ്റേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൈൻഡ് യു, ഇപ്പോൾ എല്ലാ ടോപ്പിക്സിനും 15, 20, 15, 10 എന്നൊക്കെ പറഞ്ഞിട്ടൊരു പെർസെൻറ്റേജ് കൊടുക്കും. അതിനർത്ഥം എക്സാമിന് അതേപോലെ തന്നെ കറക്റ്റ് 15 ക്വസ്റ്റ്യൻ ഈ ടോപ്പിക്കിൽ നിന്ന്, കറക്റ്റ് 10 ക്വസ്റ്റ്യൻ മറ്റേ ടോപ്പിക്കിൽ നിന്ന് അങ്ങനെ ചോദിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ബട്ട് അതിൻ്റെ ഒരു വെയിറ്റേജ് ആണ് പറയുന്നത് 15% എന്നുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ മെയിൻലി നോക്കുന്നത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ പറ്റി പഠിക്കും. റെക്കഗ്നിഷൻ, റവന്യൂ റെക്കഗ്നിഷൻ, മെഷർമെൻറ്റ്, വാല്യുവേഷൻ, അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ്, അതുപോലെ തന്നെ ഇൻവെൻട്രി അക്കൗണ്ടിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും പഠിക്കുക. പിന്നെ US GAAP, IFRS, അതിൻ്റെ ഡിഫറൻസ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ പ്രിപ്പറേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും സെക്ഷൻ A-ൽ ഉണ്ടായിരിക്കുക. അപ്പോൾ അത് പ്രിഡോമിനൻ്റ്ലി നോക്കിയാൽ കുറേ തിയറി അതിൽ പഠിക്കാനുണ്ട്. തിയറി പ്ലസ് പ്രോബ്ലം എന്ന് പറയുന്നൊരു കാറ്റഗറിയാണ് പാർട്ട് 1-ലെ സെക്ഷൻ A-ൽ ഉണ്ടായിരിക്കുക. എന്നാലും തിയറിക്ക് കുറച്ച് എഡ്ജ് ഉണ്ട്. തിയറി എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ തിയറി അല്ല, അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള തിയറിയാണ് സെക്ഷൻ A-ൽ എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് പഠിക്കുന്നത്. സെക്ഷൻ B-യിലേക്ക് വന്നാൽ അഗെയിൻ തിയറി പ്ലസ് പ്രോബ്ലം ആണ്. എനിക്ക് തോന്നുന്നു 60 to 70% തിയറിയാണ്. പ്ലാനിങ്, ബഡ്ജറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കോൺസെപ്റ്റുകളൊക്കെയാണ് കൂടുതലും തിയററ്റിക്കലി പഠിക്കുന്നത്. അതുപോലെ തന്നെ സ്ട്രാറ്റജിക് പ്ലാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ബഡ്ജറ്റിംഗ് കോൺസെപ്റ്റ് ഉണ്ട്. നമുക്ക് പ്രോബ്ലമായിട്ട് വരുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് പ്രിപ്പറേഷൻ ഉണ്ട്. ബഡ്ജറ്റ് പ്രിപ്പറേഷൻ, അതായത് ക്യാഷ് ബഡ്ജറ്റ്, സെയിൽസ് ബഡ്ജറ്റ്, അങ്ങനെയുള്ള ബഡ്ജറ്റ് പ്രിപ്പറേഷൻസ് വരുന്നുണ്ട്. അപ്പം മാനുഫാക്ചറിങ് ബഡ്ജറ്റ്, ആ ഒരു പ്രിപ്പറേഷൻസിൻ്റെ കേസിൽ എന്തുണ്ട്, പ്രോബ്ലംസ് വരുന്നുണ്ട്. അതുപോലെ ലേണിംഗ് കർവ് എന്ന് പറയുന്നൊരു ചെറിയ പ്രോബ്ലം വരുന്നുണ്ട്. അപ്പോൾ അതായത് നമ്മൾ ഓരോ വർക്ക് ചെയ്യും തോറും അത് ചെയ്ത് നമ്മൾ ഇമ്പ്രൂവ് ആവുമല്ലോ. അപ്പോൾ അതിൻ്റെ എഫിഷ്യൻസി വെച്ചിട്ട് ലേണിംഗ് കർവ് എന്ന് പറഞ്ഞിട്ടൊരു കാൽക്കുലേഷൻ വരുന്നുണ്ട്. പിന്നെ നോർമൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള റിഗ്രഷൻ അനാലിസിസ് എല്ലായിടത്തും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, സ്കൂൾ ലെവൽ തൊട്ട് പഠിച്ചിട്ടുള്ളതാണ് റിഗ്രഷൻ അനാലിസിസ്. അതും ഒരു പ്രോബ്ലമായിട്ട് സെക്ഷൻ B-ൽ, പാർട്ട് 1 സെക്ഷൻ B-ൽ വരുന്നുണ്ട്. അതർ ദാൻ ദാറ്റ് ബാക്കിയെല്ലാം ഒരു പരിധി വരെ എന്താണ്, തിയറിയാണ്. സോ 70-30, ഒരു 70% തിയറിയും 30% കാൽക്കുലേഷൻസ് ഒക്കെ വരുന്നൊരു ടോപ്പിക്കാണ് സെക്ഷൻ B, പ്ലാനിങ്, ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനിവിടെ കാണാൻ നിങ്ങൾക്ക് 20% എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഒബ്വിയസ്ലി ക്വസ്റ്റ്യൻസ് കൂടുതൽ വരും, കാരണം ഇതൊക്കെ വലിയ ടോപ്പിക്സ് ആണ്. എങ്കിലും കറക്റ്റ് 20 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 20% കവറേജ് എക്സാമിന് ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇനി പെർഫോമൻസ് മാനേജ്മെന്റ് ആണ് സെക്ഷൻ C. സെക്ഷൻ C ഈസ് PM,
പെർഫോമൻസ് മാനേജ്മെൻറ്റ്. അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വേരിയൻസ് അനാലിസിസ്, അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സ്, പെർഫോമൻസ് മെഷർമെൻറ്റ്, ബാലൻസ്ഡ് സ്കോർ കാർഡ്, കോസ്റ്റ് ആൻഡ് വേരിയൻസ് അനാലിസിസ്. ഇതൊക്കെ നിങ്ങൾ ബികോം പഠിച്ചൊരു വിദ്യാർത്ഥിയാണെങ്കിൽ ഒരു പരിധിവരെ നിങ്ങളുടെ ഡിഗ്രി ബികോമിൻ്റെ ഏതെങ്കിലും ഒരു സെമസ്റ്ററിൽ നിങ്ങൾ അക്കൗണ്ടിങ് പേപ്പറിൽ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ പെർഫോമൻസ് മാനേജ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഇക്വേഷൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് വരുന്നത്. വേരിയൻസ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ, അപ്പോൾ നമ്മുടെ ആക്ച്വൽ റിസൾട്ടും അതുപോലെ എസ്റ്റിമേറ്റഡ് റിസൾട്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പലപ്പോഴും വേരിയൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ആ വേരിയൻസ് അനാലിസിസ് ആണ് തീർച്ചയായിട്ടും സെക്ഷൻ സിയിൽ ഉണ്ടായിരിക്കുക. ഇനി സെക്ഷൻ ഡിയിലേക്ക് വരുമ്പോൾ CMA ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള നമ്മൾ ഇന്ത്യൻ CMA കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നാണ് വിളിക്കുന്നത്. കോസ്റ്റിംഗ് എന്ന് പറയുന്നതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും ഇൻറ്റഗ്രൽ ആയിട്ടുള്ള ഒരു പാർട്ട്. അപ്പോൾ അതാണ് സെക്ഷൻ ഡിയിൽ ഉണ്ടാവുക. പാർട്ട് 1 കോസ്റ്റ് മാനേജ്മെൻറ്റ്. അതിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റിംഗ് പഠിക്കും, കോസ്റ്റ് ബിഹേവിയറിനെ പറ്റി പഠിക്കും, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് പഠിക്കും, വ്യത്യസ്തമായിട്ടുള്ള കോസ്റ്റിംഗ് മെത്തേഡ്സ് ഉണ്ട്. ഇപ്പം ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്, ആ ഒരു സാധനങ്ങളുടെ കോസ്റ്റിങ്ങിൻ്റെ ഇൻഡെപ്ത് ആയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ബേസിക്സ് മുതൽ അഡ്വാൻസ്ഡ് ലെവൽ വരെ എന്ത് ചെയ്യുന്നുണ്ട്, സെക്ഷൻ ഡിയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സെക്ഷൻ ഇയും എഫും കംപ്ലീറ്റ്ലി എന്താണ്, തിയറി ടോപ്പിക്സ് ആണ്. ഒരു 90% അല്ലെങ്കിൽ 100% എന്ന് പറയാം. സെക്ഷൻ എഫിൽ മാത്രം അഗെയിൻ റിഗ്രഷൻ അനാലിസിസ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളതല്ലാതെ പ്രോബ്ലംസ് ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ ഇന്റേണൽ കൺട്രോൾസ് തീർച്ചയായിട്ടും ഒരു കംപ്ലീറ്റ്ലി തിയറി പേപ്പറാണ്. നമ്മൾ ഗവേണൻസ് ഫ്രെയിംവർക്കുകളെ പറ്റി പഠിക്കുന്നുണ്ട്, അതുപോലെ റിസ്കിനെ പറ്റി പഠിക്കുന്നുണ്ട്, ഇന്റേണൽ കൺട്രോൾസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രീതികൾ എന്തൊക്കെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഫ്രെയിംവർക്ക്സ് എന്തൊക്കെയാണ്, സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടീസിനെ പറ്റി പഠിക്കുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ ഐറ്റംസ്. ഇപ്പോൾ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു പാർട്ട് നമ്മൾ മറ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എടുക്കുകയാണെങ്കിൽ ഓഡിറ്റിങ്ങിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഓഡിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റേണൽ കൺട്രോളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഈ റീസെൻ്റായിട്ട് നമുക്ക് ആഡ് ചെയ്തിട്ടുള്ള സാധനമാണ് നമ്മുടെ സൈബർ സെക്യൂരിറ്റി, സൈബർ അറ്റാക്സ്, സൈബർ റിസ്കുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ സെക്ഷൻ ഇയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ടെക്നോളജി അനാലിറ്റിക്സ് 2020 IMA അവരുടെ സിലബസിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സെക്ഷൻ എഫ്, ടെക്നോളജി അനാലിറ്റിക്സ് എന്ന് പറയുന്നത്. അതിനർത്ഥം അതിന് മുന്നേ സെക്ഷൻ എഫ് ഉണ്ടായിരുന്നില്ല പാർട്ട് 1. അപ്പം എന്തുകൊണ്ടായിരിക്കും 2020 ആയപ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് വന്നതിൻ്റെ റീസൺ, നമ്മുടെ ഒരു മോഡേൺ അക്കൗണ്ടിങ് വേൾഡ് എന്ന് പറയുന്നത് തന്നെ ഇവോൾവ് ചെയ്യാണ്. ഓൾ ഓവർ ടെക് ഇൻഡസ്ട്രി തന്നെ ഇവോൾവ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവിടെ വി ഹാവ് ടു ഫേസ് ലോട്ട് ഓഫ് ടെക്നിക്കൽ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാനും അത് അറിഞ്ഞിരിക്കാനും അതിനെപ്പറ്റിയിട്ടൊരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കുകയും വേണം. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആ കമ്പനിയിൽ പിടിച്ചിരിക്കാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ ERP സിസ്റ്റംസ് എന്താണ്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്താണ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്താണ്, ഇങ്ങനെയുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ, ഇതൊക്കെ എന്താണെന്നുള്ളതിനെപ്പറ്റി നിങ്ങൾക്ക് ഐഡിയ തരണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സിലബസിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്തൊരു ടോപ്പിക്കാണ് എന്ത്, ടെക്നോളജി അനാലിറ്റിക്സ്. 4 ചാപ്റ്റേഴ്സ് അതിലുണ്ട്. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം, ഡേറ്റ ഗവേണൻസ്, അതുപോലെ തന്നെ ടെക്നോളജി ഇനേബിൾഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആൻഡ് ഡേറ്റ അനലിറ്റിക്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് പാർട്ട് 1 6 ടോപ്പിക്സിലായിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റി വൈസ് പാർട്ട് 2 അപേക്ഷിച്ച് പാർട്ട് 1 കുറച്ച് കൂടുതലാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ പാർട്ട് 1 കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മൾ പാർട്ട് 2 പോകുന്നത്. പാർട്ട് 2 നമ്മൾ വിളിക്കുന്നത് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നാണ്. സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അതിൽ ഒന്നാമത്തെ ടോപ്പിക്ക് സെക്ഷൻ എ എന്ന് പറയുന്നത് എന്താണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് ആണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇത് ഡിഗ്രി പഠിച്ചിട്ടുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി അറിയാം, എനിക്കൊന്ന് 5ാമത്തെ സെമസ്റ്റർ നിങ്ങൾ പഠിക്കുന്നുണ്ട്. റേഷ്യോ അനാലിസിസ് ആണ് നമ്മളിതിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ലിക്വിഡിറ്റി റേഷ്യോ, ലിവറേജ് റേഷ്യോ, സോൾവൻസി റേഷ്യോസ്, പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്, മാർക്കറ്റ് റേഷ്യോസ്, ഇങ്ങനെ ഏകദേശം ഒരു 40 മുതൽ 50 വരെ റേഷ്യോസ് നമ്മൾ ഈ ഒരു സെക്ഷൻ എയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൽ കൂടുതലും വരുന്നൊരു സാധനം എന്ന് പറയുന്നത് ലാസ്റ്റ് ഒരു തിയറി ടോപ്പിക്ക് വരുന്നുണ്ട്, സ്പെഷ്യൽ ഇഷ്യൂസ് എന്ന് പറയുന്ന ടോപ്പിക്ക് വരുന്നുണ്ട്. ഫോറിൻ എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടതും ഏണിങ്സ് ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് തിയറി ടോപ്പിക്സ് വരുന്നുണ്ട്. ബട്ട് പ്രിഡോമിനൻ്റ്ലി റേഷ്യോസ് ആണ് സെക്ഷൻ എയിൽ, പാർട്ട് 2 സെക്ഷൻ എയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത്. പാർട്ട് 2 ഏറ്റവും ദൈർഘ്യമേറിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചാപ്റ്റേഴ്സ് ഉള്ള ടോപ്പിക്കാണ് സെക്ഷൻ ബി അഥവാ കോർപ്പറേറ്റ് ഫൈനാൻസ് എന്ന് പറയുന്നത്. ഏകദേശം 6 സബ് ചാപ്റ്റേഴ്സ് അതിനകത്തുണ്ട്. റിസ്ക് ആൻഡ് റിട്ടേൺ, അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ അതിനുമായിട്ട് ബന്ധപ്പെട്ട കാൽക്കുലേഷൻസ് വരുന്നത്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, റേസിംഗ് ക്യാപിറ്റൽ, കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ്, ഇൻ്റർനാഷണൽ ഫിനാൻസ്, അങ്ങനെയുള്ള ടോപ്പിക്സ് ആണ് കൂടുതലും ഈ ഒരു സെക്ഷൻ ബിയിൽ വരുന്നത്. ഒബ്വിയസ്ലി പാർട്ട് 2 ഏറ്റവും വലിയ ടോപ്പിക് ഏതാണ്, സെക്ഷൻ ബി കോർപ്പറേറ്റ് ഫിനാൻസ് ആണ്. സെക്ഷൻ സി ഡിസിഷൻ അനാലിസിസ് അല്ലെങ്കിൽ നമ്മൾ CVP എന്നൊക്കെ പറയും, കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് ആണ്. അതിൽ നമ്മൾ തീർച്ചയായിട്ടും ബ്രേക്ക് ഈവൻ പോയിന്റ് പോലുള്ള കാൽക്കുലേഷൻസ്, അതുപോലെ മാർജിനൽ അനാലിസിസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് സെക്ഷൻ സിയിൽ പഠിക്കുന്നത്. പ്രോബ്ലം പേപ്പറാണ്. സെക്ഷൻ എ ആക്ച്വലി ഒരു പ്രോബ്ലം പേപ്പറാണ്, അവസാനം മാത്രമാണ് തിയറി വരുന്നത്. സെക്ഷൻ ബി മിക്സ്ഡ് ആണ്, തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ട് ഒബ്വിയസ്ലി,
ആൻഡ് പ്രോബ്ലംസും ഉണ്ട്. ഒരു ബാലൻസ്ഡ് ആണ് സെക്ഷൻ ബി എന്ന് പറയുന്നത്, ബിക്കോസ് 6 ചാപ്റ്റേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ. സെക്ഷൻ സി പ്രിഡോമിനൻ്റ്ലി പ്രോബ്ലമാണ്. അതിൽ തിയറി ക്വസ്റ്റ്യൻസ് വരും, ബട്ട് തിയറി ആയിട്ട് പഠിക്കാൻ വളരെ കുറച്ചേ ഉള്ളൂ. പ്രൈസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പഠിക്കാനുണ്ട്. എന്നാൽ പോലും മെജോറിറ്റിയും കാൽക്കുലേഷൻ ആണ്. ആൻഡ് എക്സാമിന് ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സെക്ഷൻ കൂടിയാണ് സെക്ഷൻ സി എന്ന് പറയുന്നത്, പാർട്ട് 2. സെക്ഷൻ ഡി റിസ്ക് മാനേജ്മെന്റ് ആണ്. റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് തിയറി ടോപ്പിക്കാണ്. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് റിസ്ക് മാനേജ്മെന്റ് സ്ട്രാറ്റജീസ്, റിസ്ക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫ്രെയിംവർക്സ്, ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് സെക്ഷൻ ഡിയിൽ പഠിക്കുന്നത്. സെക്ഷൻ ഇ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുമ്പോൾ അഗെയിൻ അവിടെ കാൽക്കുലേഷൻസ് ഒരുപാട് വരുന്നുണ്ട്. വലിയ ഡിഫിക്കൽട്ടി ഉള്ളൊരു ടോപ്പിക്കൊന്നുമല്ല, എന്നാൽ പോലും അത്യാവശ്യം കാൽക്കുലേഷൻസ് ഒക്കെ ഉള്ളതാണ്. ഇതിൽ നമ്മൾ കൂടുതലും പഠിക്കുന്നത് ക്യാപിറ്റൽ ബജറ്റിങ്, NPV നെറ്റ് പ്രസൻറ്റ് വാല്യൂ, IRR, അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നല്ലതാണോ, ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ, ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ്സ്, കാൽക്കുലേഷൻസ് ഒരുപാട് അതിനകത്ത് വരുന്നുണ്ട്. ഇതാണ് സെക്ഷൻ ഇ എന്ന് പറയുന്നത്. സെക്ഷൻ എഫ് തിയറി ടോപ്പിക്കാണ്. പ്രൊഫഷണൽ എത്തിക്സ്. നമ്മൾ ഏതൊരു കോഴ്സ് പഠിച്ചാലും ഒബ്വിയസ്ലി നമുക്കതിൽ മാൻഡേറ്ററി ആയിട്ട് ഉണ്ടാകുന്ന ഒരു ടോപ്പിക്കാണ് എത്തിക്സ് എന്ന് പറയുന്നത്. ബിക്കോസ് ആസ് എ പ്രൊഫഷണൽ നമ്മൾ എത്തിക്കൽ വാല്യൂസ് കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു IMA മുന്നോട്ട് വെക്കുന്ന എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്, പ്രിൻസിപ്പിൾസ്, അതുപോലെ തന്നെ സ്ഥാപനങ്ങളിൽ നടക്കുന്ന ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു പഠനമാണ് സെക്ഷൻ എഫിലുള്ളത്. തിയറി ടോപ്പിക്കാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ CMA USA എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ കോഴ്സിനകത്ത് വരുന്ന സബ്ജക്ട്സ് അല്ലെങ്കിൽ സബ് ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും 2 എക്സാംസ് എന്ന് മാത്രമാണ് ഫോക്കസ് ചെയ്ത് പറയുക. എന്തൊക്കെയാണ് ഈ 2 സബ്ജക്റ്റുകൾക്കുള്ളിൽ അല്ലെങ്കിൽ 2 പരീക്ഷകൾക്കുള്ളിൽ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ദിസ് ഇസ് CMA ബിപിൻ ചന്ദ്രൻ സൈനിങ് ഓഫ്. താങ്ക് യു.